ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മൈഗ്രെയിൻ തലവേദന ഇന്ന് ഒരുപാട് പേര്, സ്ത്രീകളെയും പുരുഷന്മാരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാം, ഈ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില മണിക്കൂറുകൾ തുടങ്ങി 3-4 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന. നമുക്ക് ഒരുപക്ഷെ പഠിക്കാൻ പറ്റില്ല, ഒരു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ തലവേദന വന്നെന്ന് വരാം. സാധാരണ സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ മൈഗ്രെയിൻ തലവേദന തുടങ്ങുന്ന പ്രായം എന്ന് പറയുന്നത് ഒരു 13-14 വയസ്സ്, അതായത് അഡോളസൻസ് ആയി തുടങ്ങുന്ന, പ്രായപൂർത്തിയായി തുടങ്ങുന്ന സമയത്താണ് കണ്ടു തുടങ്ങുന്നത്. സാധാരണ ഇത് കണ്ടു തുടങ്ങി ഒരു 20 മുതൽ ഒരു 40 വയസ്സ് വരെ ഇത് നല്ല കാഠിന്യത്തോടു കൂടി വരികയും 40 കഴിഞ്ഞിട്ട് ക്രമേണ ഈ തലവേദനയുടെ കാഠിന്യം കുറയുകയുമാണ് ചെയ്യുന്നത്. സാധാരണ സ്ത്രീകളിൽ മാസമുറയോട് ബന്ധപ്പെട്ട് ഇത് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ തലവേദന, ഇത്രയും ശക്തമായ തലവേദന വരുന്നതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. പലതരം തിയറികളുണ്ടെങ്കിലും ഇതുവരെയും എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയത് നമ്മുടെ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നാഡികളിലൂടെ സന്ദേശങ്ങൾ പാസ് ചെയ്യുന്ന ചില സിഗ്നലുകൾസ്, ചില കെമിക്കൽസ്. ഈ കെമിക്കൽസിന് വരുന്ന ചില കോർഡിനേഷൻ്റെ പ്രോബ്ലമാണ് ഇത്തരം ശക്തമായ തലവേദന സൃഷ്ടിക്കുന്നത് എന്നാണ് ഇതുവരെയും നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. സാധാരണഗതിയിൽ ഈ പ്രായപൂർത്തിയായവരിലാണ് ഈ തലവേദന വരുന്നതെങ്കിൽ പോലും ഇന്നത്തെ കുട്ടികളിൽ ഈ തലവേദനയുടെ ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ട്. ഇതിന് പലവിധ കാരണങ്ങളുണ്ട്. എന്നാൽ ഇതിനകത്ത് പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ശക്തമായിട്ടുള്ള ഒരു തലവേദനയായിട്ട് ഒരു 15-16 വയസ്സായിട്ടൊരു ഡോക്ടറെ കാണുമ്പോൾ മാത്രമാണ് ഇത് മൈഗ്രെയിൻ ആണ് അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ സാധ്യതയാണ് എന്നുള്ളത് പലരും തിരിച്ചറിയുന്നത്. പലപ്പോഴും വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ തലവേദനയുടെ ചില സാധ്യതകളുണ്ടെങ്കിലും പലപ്പോഴും ഇത് അവരിൽ തിരിച്ചറിയപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളിൽ കാണുന്ന മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും ഇത് കുട്ടികളിൽ എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാമെന്നും ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അങ്ങനെ ഒഴിവാക്കിയുള്ള ഗുണം എന്തെന്നറിയോ? ഒരുപക്ഷെ ഇവർക്ക് ഒരു 13 വയസ്സ് മുതൽ, വലുതായി തുടങ്ങുന്ന സമയം മുതൽ ഉണ്ടാകുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ കാഠിന്യം കുറച്ച് നിർത്താൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇത്തരം മൈഗ്രെയിൻ തലവേദനകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം, കുട്ടികളുടെ അച്ഛനോ അമ്മയ്ക്കോ മൈഗ്രെയിൻ തലവേദനയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത ഏറെയാണ്. അച്ഛന് മാത്രമാണ് ഇതിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കാണുള്ളതെങ്കിൽ ഏകദേശം 40 മുതൽ 50% വരെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഈ തലവേദനയുണ്ടെങ്കിലോ കുട്ടികൾക്ക് 80% ഇത് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം, ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന അമിതമായിട്ടുള്ള വർക്ക് ലോഡ്. നിങ്ങൾക്കറിയാം, പണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നമ്മൾ ജസ്റ്റ് അക്ഷരങ്ങൾ പഠിച്ചാലായി. കൂടുതലും നമ്മൾ പഠിച്ചിരുന്നത് കളികൾക്കിടയിലും നമ്മുടെ ലൈഫിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മളുണ്ടായിരുന്നു. കുറച്ച് സമയം പഠിക്കുന്നു. എന്നാൽ ഇപ്പോൾ 1-ാം ക്ലാസ് ആകുന്ന കുട്ടികൾ മുതൽ തന്നെ കഠിനമായ പഠനം, അവർക്ക് അതിൻ്റെ വർക്ക് പാറ്റേൺസ് കൂടുതലുണ്ടാവും. അത് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ടാവും. കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട ലാംഗ്വേജ് എല്ലാം തന്നെ നേരത്തെ പഠിക്കണം. നമ്മൾ പലപ്പോഴും 10-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് കുട്ടികൾ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഇപ്പോൾ പഠിക്കേണ്ടി വരുന്നത്. പലപ്പോഴും കുട്ടികൾ ഈ എടുക്കേണ്ടി വരുന്ന ഓവർലോഡ്, ഓവർ സ്ട്രെസ് അവർക്ക് ഇത്തരം തലവേദനയുടെ ഒരു ടെൻഡൻസി ട്രിഗർ ചെയ്തെന്ന് വരാം. മൂന്നാമത്തെ കാരണം, അച്ഛൻ്റെയോ അമ്മയുടെയോ പാരമ്പര്യത്തിൽ അമിതമായി ഉത്കണ്ഠയുള്ള ആൾക്കാർ, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അമിതമായിട്ട് ടെൻഷനുണ്ട്, പെട്ടെന്ന് നെർവസ് ആകുന്ന, ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു മൈഗ്രെയിൻ്റെ ടെൻഡൻസി കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി 4ാമത്തെ കാരണം, കുട്ടികളുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചാണ്. സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 9 മണിക്ക് മുമ്പ് നമ്മളെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കും. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ ആക്റ്റീവ് ആകുന്നത് രാത്രി 8 മണിക്ക് ശേഷമാണ്. പലപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ ഉറങ്ങുന്നത്, അവരുടെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം ടൈമിംഗ് മാറിയതുകൊണ്ട് തന്നെ ഉറങ്ങുന്നത് 12 മണിക്കും 1 മണിക്കുമാണ്. മാത്രമല്ല, കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അമിതമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ, കഫീൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അമിതമായിട്ട് മസാലകൾ, കളർ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ അവരുടെ നോർമലായിട്ടുള്ള ശരീരത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നു. ഇതും തലവേദന ട്രിഗർ ചെയ്യുന്നതിൻ്റെ, മൈഗ്രെയിൻ തലവേദന ട്രിഗർ ചെയ്യുന്നതിൻ്റെ കാരണങ്ങളായിട്ട് മാറാറുണ്ട്. ഇനി കുട്ടികൾക്ക് തലവേദന വരികയാണെങ്കിൽ അതിന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. പലപ്പോഴും മൈഗ്രെയിൻ തലവേദന എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസിക്കൽ പ്രസൻറ്റേഷനാണ്. അതായത് അമിതമായിട്ടുള്ള തലവേദന, ഇരുട്ട മുറികളിൽ നമ്മൾ അടഞ്ഞു കിടക്കുന്നു, തലയിൽ കൂടെ ഇട്ട് അടിക്കുന്ന പോലുള്ള വേദന,
ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ കുറയുന്നു. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഈ മൈഗ്രെയിനെ കുറിച്ചുള്ള ലക്ഷണം. എന്നാൽ കുട്ടികളിൽ പലപ്പോഴും ഈ രീതിക്കായിരിക്കത്തില്ല കുട്ടികൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ഈ മൈഗ്രെയിൻ ടെൻഡൻസി വരുന്നത് തുടക്കത്തിൽ തിരിച്ചറിയപ്പെടാത്തത്. പലപ്പോഴും കുട്ടികൾക്ക് മൈഗ്രെയിൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് തലവേദന ആയിരിക്കത്തില്ല, അവർക്ക് വയറുവേദനയും മനംപുരട്ടലുമായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷണം. പലപ്പോഴും കുട്ടികൾ വയറിനകത്ത് ഉരുണ്ട് മറിയുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ വയറുവേദന കാണിക്കുന്നു. കുട്ടി ഛർദ്ദിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് അസ്വസ്ഥത മാറുന്നു, പിന്നെ കുറച്ച് സമയത്തേക്ക് ശല്യമില്ല. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വയറിനകത്ത് അസ്വസ്ഥത വരുന്നു. ഈ ഒരു ലക്ഷണമായിട്ട് കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 99% മാതാപിതാക്കളും വിചാരിക്കുക ദഹനക്കേടാണ്, കഴിച്ച ഭക്ഷണം വയറിന് പിടിച്ചില്ല എന്ന് കരുതി ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ എന്തെങ്കിലും ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കുന്നു, തൽക്കാലത്തേക്ക് മാറുന്നു. വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേ ലക്ഷണം കാണിച്ചു എന്ന് വരാം. ഇത് കുട്ടികളിൽ കാണുന്ന മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തത് കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് വരുന്ന വ്യത്യാസം. പലപ്പോഴും അവർ പറയാറുണ്ട് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് മങ്ങുന്നത് പോലെ തോന്നുന്നു, വെളിച്ചത്തിൽ വലയം കാണുന്നു, നമുക്ക് പലപ്പോഴും ആകാശത്തിലേക്കോ പ്രകാശത്തിലേക്കോ നോക്കുമ്പോൾ കണ്ണിന് ഒരു മങ്ങല് പോലെ അനുഭവപ്പെടുന്നു എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഈ ഒരു ലക്ഷണം വിട്ടുമാറാതെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് മാതാപിതാക്കൾ കൊണ്ടുപോയി ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കും. ഡോക്ടർ കണ്ണ് പരിശോധിച്ചിട്ട് പറയും ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് ഒരുപക്ഷെ കുട്ടി ഈ കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, അതല്ലെങ്കിൽ വൈറ്റമിൻ്റെ കുറവാണ് എന്ന് കരുതി വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കുന്നു. പലപ്പോഴും ഈ കണ്ണിന് കാണുന്ന ഈ സിംറ്റം മൈഗ്രെയിൻ്റെ സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കണ്ണിന് നമ്മൾ കാഴ്ചയ്ക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ കാഴ്ച നോർമലായിരിക്കാം. ഈ മൈഗ്രെയിൻ്റെ ടെൻഡൻസി വരുമ്പോൾ മാത്രമാണ് കണ്ണിന് മങ്ങലും അല്ലെങ്കിൽ പ്രകാശത്തിൽ വലയം പോലെ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് നോർമലാകുകയും ചെയ്യും. ക്രമേണ ഈ ലക്ഷണം കൂടി വരുന്നു, കണ്ണിൻ്റെ മങ്ങൽ കാണുന്നു. മങ്ങൽ വരുമ്പോൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടിക്കൊരു ഛർദിൽ വരുന്നു. ഛർദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി നോർമലാകുന്നു. ഇതും മൈഗ്രെയിൻ്റെ സാധ്യതയുടെ മറ്റൊരു ലക്ഷണമാണ്. ഇനി മറ്റു ചില കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ദേഷ്യം, പെട്ടെന്ന് നെർവസ് ആകുക, പെട്ടെന്ന് ഭയപ്പെടുക, ഈ ഒരു ലക്ഷണങ്ങൾ കാണുന്നു. ഇതോടൊപ്പം കുട്ടിക്ക് ഛർദിൽ വരുന്നു. അമിതമായിട്ടുള്ള ടെൻഷൻ വന്നിട്ടോ പെട്ടെന്ന് വല്ലാണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഛർദ്ദിച്ചു എന്ന് വരാം. കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 തവണ ഛർദ്ദിച്ചു കഴിയുമ്പോൾ നോർമലാവും. പേടിച്ച് ആ കുട്ടിക്ക് വയറിന് കംപ്ലൈൻറ്റ് വന്നതാണെന്ന് നമ്മൾ ചിലപ്പോൾ സംശയിച്ചു എന്ന് വരാം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരിക്കലും ഇത് മൈഗ്രെയിൻ ആണെന്ന് സംശയിക്കില്ല. വയറിൻ്റെ വല്ല പ്രശ്നമോ ഇല്ലെങ്കിൽ അലർജിയോ ആണ് എന്നായിരിക്കും മാതാപിതാക്കൾ സാധാരണഗതിയിൽ സംശയിക്കുന്നത്. ഇനി മറ്റു ചില കുട്ടികൾക്ക് തലവേദന വരും. തലവേദന വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്നു. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി നോർമലാകുന്നു. പലപ്പോഴും ഇങ്ങനെ വരുന്ന സമയത്ത് വീട്ടുകാർ ഇത് കുട്ടിക്ക് സൈനസിൻ്റെ കംപ്ലൈൻ്റ് ആണോ, കണ്ണിൽ കഫം കെട്ടിക്കിടക്കുകയാണോ എന്നൊക്കെ ഡോക്ടറെ കാണിക്കുന്നു, എക്സ്റേ നോക്കുന്നു, കഫം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഡോക്ടർ കുറച്ച് ദിവസം അലർജിയുടെ മരുന്ന് കൊടുക്കുന്നു. കുറച്ച് ദിവസം കുഴപ്പമില്ല, വീണ്ടും ഈ തലവേദന വരുന്നത് കാണാം. ഇങ്ങനെ ഒരുപക്ഷെ അലർജി ആയിട്ടോ ഇല്ലെങ്കിൽ മൂക്കടപ്പ് വന്നിട്ട് അതോടൊപ്പം വരുന്ന തലവേദനയായിട്ടോ എല്ലാം തന്നെ മൈഗ്രെയിൻ പ്രസൻറ്റ് ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും ഇത്തരം കുട്ടികൾ ഈ തലവേദന വന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവർ ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു ഇരുണ്ട ഒരു മുറിയിൽ കിടക്കാനായിട്ട് ഇഷ്ടപ്പെടും. പലപ്പോഴും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരികയും കുട്ടി ലൈറ്റ് ഓഫ് ചെയ്യാൻ അച്ഛനോടോ അമ്മയോടോ പറയുകയും ചെയ്യും. ഇങ്ങനെ ഉറങ്ങി കഴിയുമ്പോൾ ഈ കുട്ടി നോർമലാവും. കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. പലപ്പോഴും ഇത്തരം കംപ്ലൈൻറ്റുകൾ കാണുന്ന സമയത്ത് ഇവർ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒരിക്കലും അവർക്ക് ഇത് മൈഗ്രെയിൻ്റെ അല്ലെങ്കിൽ തലവേദനയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് ഡോക്ടറോട് പറയാനും പോകുന്നില്ല. ഡോക്ടർമാർ ഈ ലക്ഷണങ്ങളിൽ നിന്ന് പലപ്പോഴും മൈഗ്രെയിൻ ആണ് എന്ന് സംശയിക്കാനും പോകുന്നില്ല. പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ വിട്ടുമാറാതെ നിൽക്കുമ്പോൾ മാത്രമാണ് മറ്റു രോഗങ്ങളുടെ സാധ്യത ഇല്ല എന്ന് കാണുമ്പോൾ ഇത് മൈഗ്രെയിൻ ആണോ എന്ന് സംശയിക്കപ്പെടുന്നത്. ഇനി കുട്ടികൾക്ക് ഇത്തരം മൈഗ്രെയിൻ ടെൻഡൻസി കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വിശദീകരിക്കാം. ആദ്യമേ ചെയ്യേണ്ടത് കുട്ടിക്ക് വരുന്ന ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാഗമാണോ അതോ മൈഗ്രെയിൻ ആണോ എന്ന് തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനം. മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ മുന്നോട്ടുള്ള മാനേജ്മെൻറ്റ് രീതിയും അല്ലെങ്കിൽ ചികിത്സാ രീതിയും മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു മാനേജ്മെൻറ്റോ തുടക്കത്തിൽ ഈ കുട്ടിക്ക് കിട്ടത്തില്ല. കാര്യമായിട്ടൊരു തലവേദന അയക്കുമ്പോൾ മാത്രമാണ് വീട്ടുകാർ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക. അതിനാൽ ആദ്യം രോഗം മൈഗ്രെയിൻ ആണെന്ന് തിരിച്ചറിയലാണ് ചികിത്സയുടെ ആദ്യത്തെ ഭാഗം. രണ്ടാമത്തത് ഏതൊക്കെ കണ്ടീഷനാണ് ഈ കുട്ടിക്ക് ട്രിഗർ വരുന്നത് എന്നുള്ളത് പരിശോധിച്ചിരിക്കുക. ഉദാഹരണത്തിന് ആ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആകുന്നു, ഇല്ലെങ്കിൽ കഫീൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നു, അല്ലെങ്കിൽ ചില ഇനം രോഗങ്ങൾ, ഉദാഹരണത്തിന് അലർജി, അല്ലെങ്കിൽ അവർക്ക് വരുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, വയറിൻ്റെ പ്രശ്നങ്ങളാണോ ഇത് ട്രിഗർ ആകുന്നത്, ഇങ്ങനെ ഏത് കണ്ടീഷനിലാണോ ഈ അസുഖം ഈ കുട്ടിക്ക് ട്രിഗർ ആകുന്നത് എന്ന് കണ്ടെത്തുക. അത് മൂന്നാമത്തെ കാര്യം. ഡോക്ടർമാരോട് പറയുമ്പോഴും ഈ ട്രിഗേഴ്സ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഡോക്ടർമാരെ അറിയിക്കണം. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു തരുന്ന മാനേജ്മെന്റ്, അതായത് അതിൽ വരുത്തേണ്ട ലൈഫ് സ്റ്റൈലിലെ മാറ്റം
മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻ കേസ് ഈ കുട്ടികൾ അല്പം മുതിർന്നിട്ട് അവർക്ക് കടുത്ത തലവേദനയ്ക്ക് പോകുന്ന സാഹചര്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഹോമിയോപ്പതിയിൽ കുട്ടികൾക്ക് വരുന്ന ഇത്തരം ലക്ഷണങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള നല്ല ചികിത്സാ മാർഗ്ഗങ്ങൾ ഇന്നുണ്ട്. ഇന്ന് നമ്മളതൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള ഇത്തരം മൈഗ്രെയിൻ ടെൻഡൻസികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് മൈഗ്രെയിൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ മൈഗ്രെയിൻ സാധ്യതയുള്ള കുട്ടികൾ തിരിച്ചറിയപ്പെടാതെ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്, എല്ലാ വീടുകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് മാതാപിതാക്കൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.